വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന വാട്ടർ കണ്ടൻറ്റ് ഡിറ്റർമിനേഷനാണ്. ഈ വാട്ടർ കണ്ടൻറ്റ് ഡിറ്റർമിനേഷൻ്റെ പോർഷൻസ് കൂടെ കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് മൊഡ്യൂൾ കഴിയും. ഒരു സോയിൽ സാമ്പിൾ ഉണ്ടെങ്കിൽ ആ സോയിൽ സാമ്പിളിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എങ്ങനെയൊക്കെ നമുക്ക് മെഷർ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ മെത്തേഡ്സിലൂടെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന്. സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓവൻ ഡ്രൈയിങ് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ്. സെക്കൻഡ് എന്ന് പറയുന്നത് ടോർഷൻ ബാലൻസ് മെത്തേഡ്. ദെൻ പൈക്നോമീറ്റർ മെത്തേഡ്, സാൻഡ് ബാത്ത് മെത്തേഡ്, ആൽക്കഹോൾ മെത്തേഡ്, റേഡിയേഷൻ മെത്തേഡ്, കാൽസ്യം കാർബൈഡ് മെത്തേഡ്. ഇത്രയുമാണ് വാട്ടർ കണ്ടൻറ്റ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. ഇതിൽ തന്നെ ഓവൻ ഡ്രൈയിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കുന്നതിൽ ഏറ്റവും ആക്യുറേറ്റഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ വെറ്റ് സോയിൽ അല്ലെങ്കിൽ നാച്ചുറൽ സോയിൽസിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്. സോ ഇതിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോർമലി നമ്മുടെ കയ്യിലിരിക്കുന്ന വെറ്റായിട്ടുള്ള സോയിലിൻ്റെ വെയിറ്റ് എടുക്കുക. അതിനുശേഷം ഈ സാമ്പിൾ നേരെ ഓവൻ ഡ്രൈയിങ്ങിലോട്ട് കൊണ്ടുപോവുക. ആ ഓവനിൽ ഒരു 105 ഡിഗ്രി സെൽഷ്യസ് ടു ഒരു 110 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 24 hours നമ്മളവിടെ കീപ്പ് ചെയ്യണം ഓവനകത്ത്. സോ ആ സമയത്ത് ഇത് ഡ്രൈ ചെയ്യും. എന്നിട്ട് ഡ്രൈ ചെയ്തതിൻ്റെ വെയിറ്റ് എടുക്കാം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓവൻ ഡ്രൈയിങ് മെത്തേഡിനൊരു ഇക്വേഷൻ എടുത്ത് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ മാസ് വെച്ചിട്ടുള്ള ഇക്വേഷനാണ് പറയുന്നത്. വാട്ടർ കണ്ടൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതിൻ്റെ ഇക്വേഷൻസ് വെച്ചിട്ടാണ് പറയുന്നത്. MW/MS. ഇതിൽ M2 മൈനസ് M3 ബൈ M3 മൈനസ് M1 ഇൻറ്റു 100. എന്താണ് M2 M3 എന്ന് നമുക്ക് നോക്കാം. M2 എന്ന് പറയുന്നത് M2 മൈനസ് M3 ബൈ M3 ബൈ M1. ആദ്യം ഞാൻ M1 പറയാവേ. M1 എന്ന് പറയുന്നത് കണ്ടെയ്നറിലെ മാസ്സാണ്, മാസ് ഓഫ് കണ്ടെയ്നറാണ്. M1 എന്ന് പറയുന്നത് മാസ് ഓഫ് കണ്ടെയ്നർ. M1 എന്ന് പറയുന്നത് മാസ് ഓഫ് കണ്ടെയ്നറാണ്. M2 എന്ന് പറയുന്നത് മാസ് ഓഫ് കണ്ടെയ്നർ ആൻഡ് വെറ്റ് സോയിലാണ്. കണ്ടെയ്നർ ആൻഡ് വെറ്റ് സോയിലിൻ്റെയും കൂടെയുള്ള മാസ്സാണ് M2 എന്ന് പറയുന്നത്. M3 എന്ന് പറയുന്നത് മാസ് ഓഫ് കണ്ടെയ്നറും വെറ്റ് സോയിലല്ല, അവിടെ ഡ്രൈ സോയിലാണ് വരുന്നത്. മാസ് ഓഫ് കണ്ടെയ്നർ പ്ലസ് ഡ്രൈ സോയിൽ. അപ്പോൾ M1 എന്ന് പറഞ്ഞാൽ കണ്ടെയ്നറിൻ്റെ മാത്രം വെയിറ്റ് ആണ്. M2 എന്ന് പറയുന്നത് കണ്ടെയ്നർ പ്ലസ് വെറ്റ് സോയിലും M3 എന്ന് പറയുന്നത് കണ്ടെയ്നർ ആൻഡ് ഡ്രൈ സോയിൽസും ആണ് വരുന്നത്. പിന്നെ ഇത് കൂടുതലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടത് ഓവൻ ഡ്രൈയിങ് മെത്തേഡാണ്. ഇനി ഇതിൽ തന്നെ കാൽസ്യം കാർബൈഡ് മെത്തേഡൊക്കെ നോക്കുകയാണെങ്കിൽ കാൽസ്യം കാർബൈഡ് മെത്തേഡ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ക്വിക്കസ്റ്റ് ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മെത്തേഡാണ് കാൽസ്യം കാർബൈഡ് മെത്തേഡ് എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ മോയ്സ്ചർ കണ്ടൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ലാബിലും ചെയ്യാം, ഫീൽഡിലും ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കാൽസ്യം കാർബൈഡ് മെത്തേഡ് എന്ന് പറയുന്നത്. 4 to 8 minutes കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഇനി അതുപോലെ തന്നെ ഇതിൽ പൈക്നോമീറ്ററിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോർമലി കോസ്ക്രീൻ്റെ സോയിൽസിന് വാട്ടർ കണ്ടൻറ്റ് മാത്രമല്ല, യഥാർത്ഥ സ്പെസിഫിക് ഗ്രാവിറ്റിക്കും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈക്നോമീറ്റർ യൂസ് ചെയ്യാറുണ്ട്. ദെൻ സാൻഡ് ബാത്ത് മെത്തേഡ്. യഥാർത്ഥം പറഞ്ഞാൽ ഒരു ഓർഗാനിക് സോയിൽസിലൊക്കെ നമ്മൾ ഈ സാൻഡ് ബാത്ത് മെത്തേഡ്സ് യൂസ് ചെയ്യാറേ ഇല്ല. ഓവൻ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് സാൻഡ് ബാത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ ഫീൽഡിൽ ചെയ്യുന്നൊരു മെത്തേഡാണ് സാൻഡ് ബാത്ത് എന്ന് പറയുമ്പം. ഫീൽഡിൽ ചെയ്യുന്ന മെത്തേഡാണ്. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. റേഡിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ആ ഒരു സോയിലിൻ്റെ ഗ്രേറ്റർ ഡെപ്തിൽ വരെയുള്ള ഒരു വാട്ടർ കണ്ടൻറ്റൊക്കെ നമുക്ക് റേസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫീൽഡ് മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടീഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടെയാണ്. ഇതിൽ ഈ റേസ് യൂസ് ചെയ്യുന്ന ഐസോടോപ്സ് ആണ്. റേഡിയോ ആക്റ്റീവായിട്ട് കൊബാൾട്ട് 60 ആണ് നമ്മൾ കൂടുതലും ഇതിൽ യൂസ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവായിട്ട്. അടുത്ത ആൽക്കഹോൾ മെത്തേഡ് എന്ന് പറയുമ്പം കുറച്ച് ലെസ് ആക്യുറേറ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, പക്ഷേ റിസൾട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ ഇതാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതൊന്ന് നോക്കിയിരിക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമിനേഷൻ മെത്തേഡ്സ് ആണ്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമിനേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് പൈക്നോമീറ്റർ മെത്തേഡുണ്ട്, ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡുണ്ട്, മെഷറിംഗ് ഫ്ലാസ്ക് മെത്തേഡ്, ഗ്യാസ് ജാർ മെത്തേഡ്, ശ്രിങ്കേജ് ലിമിറ്റ് മെത്തേഡ്. ഇത്രയുമാണ് മെയിനായിട്ട് ഉള്ളത്. ഇതിൽ തന്നെ നമ്മൾ പൈക്നോമീറ്ററൊക്കെ ചെയ്യുന്നതാണല്ലോ, ഒരുവിധമുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ് പൈക്നോമീറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ഗ്ലാസ് ജാറാണ്, ഒരു 1 liter കപ്പാസിറ്റിയിലുള്ള ഒരു ഗ്ലാസ് ജാറാണ്. ഒരു ബ്രാസ് കോണിക്കൽ ക്യാപ്പ് കൊണ്ട് നമ്മളതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്യാപ്പാണ് ഉദ്ദേശിച്ചത്, കോണിക്കൽ ക്യാപ്പ്. ഈ കോണിക്കൽ ക്യാപ്പിൻ്റെ ഇതിൽ തന്നെ ആ ഒരു സെറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോളുണ്ട്. ആ ഹോളിൻ്റെ ഡയ എന്ന് പറയുന്നത് 6 mm ആണ്. അതിൽ തന്നെ ഒരു റബ്ബർ വാഷർ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ക്യാപ്പിൽ.
ലീക്കേജ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാഷർ കൊടുക്കുന്നത്. ആദ്യം പൈക്നോമീറ്റർ വാഷ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷം എം ടി ആയിട്ടുള്ള പൈക്നോമീറ്ററിൻ്റെ വെയിറ്റ് എടുക്കുക. സോ അത് എം ടി ആയിട്ട് എടുക്കുന്ന പൈക്നോമീറ്ററിൻ്റെ വെയിറ്റ് ഞാൻ M1 എന്ന് എടുക്കുന്നു. ഓക്കെ, ആ എം ടി ആയിട്ടുള്ളതിൻ്റെ വെയിറ്റ് M1 എന്നാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ പൈക്നോമീറ്ററിൻ്റെ വെയിറ്റ് ആണ് ഈ പറയുന്ന M1. ഓക്കെ, മാസ് ഓഫ് പൈക്നോമീറ്റർ. മാസ് ഓഫ് പൈക്നോമീറ്റർ ആണ് ആ എം ടി ആയിട്ടുള്ളതിൻ്റെ വെയിറ്റാണ് ഞാൻ ആദ്യം എടുത്തത്. അതിനുശേഷം ഞാൻ അതിലോട്ട് വെറ്റ് സോയിൽസ് കൊടുക്കുന്നുണ്ട്. ഒരു 200 ഗ്രാം ടു 400 ഗ്രാമിലാണ് ഞാൻ കൊടുക്കുന്നത്. ആ പൈക്നോമീറ്ററിൽ ഇടുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ വെയിറ്റ് എടുക്കുന്നുണ്ട്. സോ അപ്പം എനിക്ക് ഇതിൽ വരുന്നത് പൈക്നോമീറ്ററും പ്ലസ് വെറ്റ് സോയിലും കൂടെയാണ് ഞാൻ രണ്ടാമത് എടുക്കുന്നത്. അതിൻ്റെ മാസ് ഞാൻ M2 എന്ന് എടുത്തു. അതിനുശേഷം അതിലോട്ട് എന്ത് ചെയ്തു, ഞാൻ വാട്ടർ അതിൻ്റെ ഹാഫ് പോർഷൻസിൽ എന്നുവെച്ചാൽ പകുതി വരെ ഇതായിരിക്കുന്നുണ്ട്, ബാക്കി പോർഷൻസിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ അപ്പോൾ ഇത് ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. നന്നായിട്ട് റോഡ്സൊക്കെ യൂസ് ചെയ്ത് അതെല്ലാം സെറ്റ് ചെയ്തൊക്കെ രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്യണം. കാരണം റോഡ്സ് യൂസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അകത്ത് എയർ ഉണ്ടെങ്കിൽ അത് എസ്കേപ്പായി പോകത്തുള്ളൂ. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത മാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ M3 എന്ന് പറയുന്നത് പൈക്നോമീറ്റർ ഉണ്ട്, അതിൽ വെറ്റ് സോയിലുണ്ട്, പ്ലസ് എന്തുകൂടെ ഉണ്ട് അവിടെ, വാട്ടർ ഉണ്ട്. അതാണ് എൻ്റെ M3. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെയിറ്റ് എടുത്തു. അതിനുശേഷം പൈക്നോമീറ്റർ വീണ്ടും എന്ത് ചെയ്തു, ക്ലീൻ ചെയ്ത് എം ടി ആക്കി എടുത്തു. ഓക്കെ, അതിലോട്ട് നമ്മൾ വാട്ടർ മാത്രം നിറച്ചു. ഓക്കെ, പൈക്നോമീറ്ററിൽ ഫുള്ള് വാട്ടർ നിറച്ചു, ബാക്കി എല്ലാം കളഞ്ഞു, ലാസ്റ്റ് വാട്ടർ മാത്രം എടുത്തു. അപ്പോൾ പൈക്നോമീറ്ററും അതിൽ നേരെ എന്താണ് വാട്ടറും കൂടെ എടുത്തതാണ് ഞാൻ M4 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സ് ആണ് ഞാൻ ഇതിൽ നിന്ന് എടുത്തത്. ഈ മെഷർമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ M2 മൈനസ് M1 by M4 മൈനസ് M1 മൈനസ് M3 മൈനസ് M2. ഓക്കെ, ഇത് മാസ് ഓഫ് സോയിൽ സോൾസ് ബൈ മാസ് ഓഫ് വാട്ടർ ഓഫ് വോളിയം ഈക്വൽ ടു ദ സോളിഡ്സ് ആണ്. ഇത് ഈ ഒരു ടൈപ്പിൽ മാത്രമല്ല വരുന്നത്, ഇത് തിരിച്ചും വേണമെങ്കിൽ നമുക്ക് എഴുതാം. M2 മൈനസ് M1 എന്ന് എഴുതിയിട്ട് M2 മൈനസ് M1 മൈനസ് M3 മൈനസ് M4 എന്നും എഴുതാം. അതിനും പ്രശ്നമൊന്നുമില്ല. നമുക്ക് നെഗറ്റീവ് വരാത്ത രീതിയിൽ വേണം എപ്പോഴും ചെയ്യേണ്ടത്. ഏകദേശമുള്ള എല്ലാ സോയിൽ ടൈപ്സിനും നമുക്ക് പൈക്നോമീറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. കൂടുതലും മീഡിയം ഗ്രേഡ് സോയിൽസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്ന ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡാണ്. അത് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ ഏകദേശം ഡെൻസിറ്റി ബോട്ടിലിൻ്റെ ഒരു ഷേപ്പ് വരുന്നതാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അടുത്ത മെത്തേഡാണ് ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പൈക്നോമീറ്റർ ആണ്. അതുപോലെ ജസ്റ്റ് ഒന്ന് ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് ലബോറട്ടറി ചെയ്യുന്നൊരു മെത്തേഡാണ്. ഈ ഒരു ഡെൻസിറ്റി ബോട്ടിലിൽ ഒരു സ്റ്റോപ്പർ കൂടെ നമ്മളിതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിനൊരു ഹോളുണ്ട്. 50 ml ആണ് ഈ ഒരു ഡെൻസിറ്റി ബോട്ടിലിൻ്റെ കപ്പാസിറ്റി. നോർമലി അതിൻ്റെ IS കോഡ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. IS 2720 പാർട്ട് 2 ആണ്. ആദ്യം നമ്മൾ ഈ ഡെൻസിറ്റി ബോട്ടിൽ ക്ലീൻ ചെയ്യണം. എന്നിട്ട് ഡ്രൈ ചെയ്തിട്ട് ഒരു ടെമ്പറേച്ചർ 105 to 110 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഓവൻ ഡ്രൈ ഇല്ലേ അതിൻ്റെ അതേ ഡിഗ്രി ടെമ്പറേച്ചറിൽ തന്നെ നമ്മൾ വെച്ച് ഡ്രൈ ചെയ്യുക. എന്നിട്ട് അതിനെ നേരെ കൂൾ ചെയ്യിപ്പിക്കുക. എന്നിട്ട് ഈ ബോട്ടിലിൻ്റെ മാസ് നമ്മൾ എടുക്കാം. സ്റ്റോപ്പർ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മാസ് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിലോട്ട് 5 to 10 ഗ്രാമിലുള്ള ഒരു ഓവൻ ഡ്രൈ സാമ്പിൾ സോയിൽസ് ഇട്ട് കൊടുക്കുക ഈ ബോട്ടിലിനകത്തോട്ട്. എന്നിട്ട് അതിൻ്റെ വെയിറ്റ് എടുക്കാം. സോ അപ്പം നമ്മളിപ്പോൾ 2 പ്രാവശ്യം എടുത്തു. ഇതിൻ്റെ M1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് എടുത്തത് ആദ്യം? ഇതിൻ്റെ M1 എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് MT ബോട്ടിൽ എടുത്തു ഇല്ലേ? MT ബോട്ടിലിൻ്റെയാണ് ഞാൻ M1 എന്ന് പറഞ്ഞെടുത്തത്. ഇപ്പം ഞാൻ M2 എടുത്ത കാര്യം പറഞ്ഞു. ഈ ഒരു ബോട്ടിലെടുത്തു, അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്തുകൂടെ ആഡ് ചെയ്തു? ഡ്രൈ സോയിലൂടെ ഇട്ടു. ഓക്കെ, അടുത്ത് ഞാനിതിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ബോട്ടിലുണ്ട്, സോയിലുണ്ട്, ഇപ്പം നമ്മൾ വാട്ടറും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നന്നായിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി ഒരു 2 hours ഒക്കെ അലോ ചെയ്യുക. അപ്പോൾ ഏകദേശം അതിൻ്റെ വാട്ടറൊക്കെ ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ എയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് നേരത്തെ പോലെ റോഡ് വെച്ച് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ എയർ അല്ലെങ്കിൽ ഒരു വാക്യൂം പ്രഷേഴ്സൊക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ നോർമലി ഈ ഒരു മെത്തേഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതിൽ വെയിറ്റ്, മൂന്നാമത്തെ വെയിറ്റ് എന്ന് പറയുന്നത് M3. ഈ ബോട്ടിലിൻ്റെ വെയിറ്റ് ഉണ്ട്, പ്ലസ് സോയിലിൻ്റെ വെയിറ്റ് ഉണ്ട്, പ്ലസ് വാട്ടറിൻ്റെ വെയിറ്റ് കൂടെയാണ് ഞാൻ M3 എടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ വെയിറ്റ് എടുത്തതിന് ശേഷം നേരത്തെ പൈക്നോമീറ്ററി ചെയ്ത പോലെ തന്നെ ബാക്കിയെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് MT ആക്കിയിട്ട്
ഫുള്ളായിട്ട് വാട്ടർ ഫില്ല് ചെയ്യുക. അതാണ് ഇതിൻ്റെ M4 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ബോട്ടിലും പ്ലസ് വാട്ടർ മാത്രമായിരിക്കും M4 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നതെന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ M2 മൈനസ് M1 ബൈ M2 മൈനസ് M1 മൈനസ് M3 മൈനസ് M4 ആണ് വരുന്നത്. M2 മൈനസ് M1 ബൈ M2 മൈനസ് M1 മൈനസ് M3 മൈനസ് M4. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കേണ്ടത്. ഫൈൻ ഗ്രൈൻഡ് സോയിൽസിനാണ് കൂടുതലും ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു 2 mm സീവിലൂടെ പാസ് ചെയ്യുന്ന ഇതായിരിക്കും, സോയിൽസ് ആയിരിക്കും നമ്മൾ കൂടുതലും ഇതിന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫീൽഡ് ഡെൻസിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യുമെന്നാണ്. സോ ഫസ്റ്റ് മെത്തേഡ് വാട്ടർ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്, കോർ കട്ടർ മെത്തേഡ്, സബ്മേർജ്ഡ് മാസ് ഡെൻസിറ്റി മെത്തേഡ്, സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് ആൻഡ് വാട്ടർ ബലൂൺ മെത്തേഡ്, റേഡിയേഷൻ മെത്തേഡ്സ്. ഇത്രയുമാണ് മെയിനായിട്ട് ഫീൽഡ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മെത്തേഡ്സ്.